നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കവിത ചേച്ചി അവൾ എവിടെയെന്നാ ചോദിച്ചേ? എന്നെവിടെ? എന്താ കാര്യം? എനിക്ക് കവിതയൊന്ന് കാണണം. കവിതേ, നീ എവിടെ ഒളിച്ചിരിക്കുകയാണോ? പുറത്തേക്ക് വാ. ദക്ഷയാ വിളിക്കുന്നേ. പുറത്തേക്ക് വാടി. ദക്ഷമ്മേ, എന്താ കാര്യം? എന്താ കവിതേച്ചി തിരക്കുന്നേ? എന്താ കാര്യം? കാര്യം എനിക്ക് അവളോട് നേരിട്ട് പറയാനുള്ളതാ. എന്നാലും അത് ശരിയല്ലല്ലോ. രാത്രി വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ ബഹളം വച്ചാൽ എങ്ങനെയാ? എന്താ കാര്യമെന്ന് ഞങ്ങൾക്കറിയണ്ടേ? സഞ്ജു, എന്റെ ഏട്ടനെ കാണാനില്ല. അയ്യോ, കാണാനില്ലേ? അതെ, എനിക്ക് ഉറപ്പുണ്ട്. കവിത അവളാ ഇത് ചെയ്തത്. കവിത അപ്പച്ചി, അതെങ്ങനെ? അതെ, ഞാൻ പറയുന്നത് സത്യം. അവള് ആ കവിത എന്റെ ഏട്ടനെ എവിടെയോ പിടിച്ചു വെച്ചിരിക്കുക. എന്തായാലും കവിതേച്ചി ഇവിടെയില്ല. കുറച്ചു മുൻപേ എവിടേക്കോ പോയതാ. എവിടേക്കാ പോകുന്നെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെട്ടാ പോയെ. സത്യാണോ നീ പറയുന്നേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അവൾ എവിടെ ഒളിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. ദക്ഷ ആരാണെന്ന് അപ്പ അവൾ അറിയും. സഞ്ജു, ഞാൻ നിനക്കും ലച്ചുവിനും ഒരു വാർണിംഗ് കൂടി തരാം. കവിതയെ വിശ്വസിക്കരുത്. നിന്നെ ലച്ചുവിനെയും കൊല്ലാനും അവള് മടിക്കില്ല. നിനക്കറിയോ സഞ്ജു, നിന്റെ മുത്തശ്ശിയെ മാത്രമല്ല, നിന്റെ അച്ഛനെ കൊന്നതും അവളാ, ആ കവിത. നിന്നെയും നിന്റെ അമ്മയും അനാഥരാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. അത് നീ മറക്കരുത്. എന്റെ ഏട്ടനെ എനിക്ക് എങ്ങനെയും കണ്ടെത്തിയേ പറ്റൂ. ഞാനത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ഇനി ഞാൻ സഹിക്കില്ല. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഏട്ടനെ മാത്രമല്ല, മാണിക്യമംഗലത്തെ ആരുടെയും നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും കവിതയെ ഞാൻ സമ്മതിക്കില്ല. ദക്ഷയാ പറയുന്നേ. ഹലോ, ആ പറയൂ. അതെയോ? ശരി, ഓക്കെ, എനിക്ക് മനസ്സിലായി. അവിടെ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ ഉടനെ എത്തും. ഞാൻ പോവാ. കവിത, അവളെ ഞാൻ വെറുതെ വിടില്ല. ഈ ദക്ഷയാ പറയുന്നേ. ഇവർക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മളറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. കവിത അപ്പച്ചി ഇനി കൂടുതൽ സൂക്ഷിക്കണം. എനിക്ക് നല്ലത് വരുത്തണേ, ഉന്നതിയിൽ എത്തിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച ദൈവം അത് കേൾക്കണമെന്നില്ല. നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യുമ്പോഴാ ഫലപ്രാപ്തി ഉണ്ടാവുന്നത്. ഇത് എന്റെ അഭിപ്രായമൊന്നുമല്ല, മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളതാ. എനിക്ക് വേണ്ടി ദൈവത്തോട് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ മുത്തശ്ശി മാത്രം. എന്ത് ചിരിച്ചത്? ഏയ്, നെറ്റിയിൽ തൊട്ട ചന്ദനം ഒരു തണുപ്പായി ആത്മാവിൽ ചെന്ന് തൊട്ട ഒരു ഫീല്. ആ, എന്നാ ദേവിയെ ധ്യാനിച്ച് നടന്നോളൂ.
ദേവിയെ ധ്യാനിച്ച് തന്നെ നടക്കുന്നു. സാധാരണ ക്ഷേത്രത്തിലേക്ക് ലച്ചു ആരെയും കൂട്ടാറില്ല. എന്നെ വിളിച്ചപ്പോ സത്യം പറഞ്ഞ അതിശയം തോന്നി. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അർച്ചന കൂടി ആയപ്പോ ആ അതിശയം ആശ്ചര്യമായി. എനിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. എന്താ ലച്ചു, മംഗലശ്ശേരിയിൽ നിന്ന് പോകുന്ന കാര്യമാണോ? അതാ നല്ലത്. നിങ്ങൾ ചെന്ന് വിളിച്ചിട്ടും സ്വാതി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ലച്ചു എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് പോകണം. ഡോക്ടറോട് പോലും ചോദിക്കാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാ ചേച്ചിയുടെ അമ്മ വന്ന് ചേച്ചിക്ക് വിശേഷമുള്ള കാര്യം പറയുന്നത്. കാര്യങ്ങളൊക്കെ കാവേരി ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സ്വാതി ലച്ചുവിന് നേരെ പൊട്ടിത്തെറിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞാവുന്ന നിലയ്ക്ക് പതിയെ അവരുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും. ലച്ചു പിന്നീട് ഒരിക്കൽ പോലും സഞ്ജുവിന്റെ സ്വാതിയുടെ മുന്നിലേക്ക് ചെല്ലാതിരുന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞ മനസ്സ് തണുക്കുമ്പോൾ സ്വാതി തന്നെ ലച്ചുവിനെ കാണാൻ വന്നെന്നും വരും. പക്ഷെ ഇപ്പോൾ ഒരു ഒഴിഞ്ഞുമാറ്റം അനിവാര്യമാണ്. ഇതൊക്കെ ഒരു പ്രതീക്ഷ മാത്രം. ചേച്ചിയുടെ വാശി നാൾക്ക് നാൾ കൂടി വരത്തേയുള്ളൂ. കാണാൻ പോയിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ചേച്ചി എന്നെ അനുവദിച്ചില്ല. ചേച്ചി വരും. അതിന് ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടതിന് ഞാൻ സമ്മതം പറയണം. എന്താ സ്വാതി ലച്ചനോട് ആവശ്യപ്പെട്ടത്? മംഗലശ്ശേരി വിട്ട് പോകാൻ തന്നെയാണോ? അല്ല. എന്തായാലും എന്നോട് പറഞ്ഞൂടെ? അത് പറയാൻ തന്നെ ഞാൻ ഡോക്ടറിനെ വിളിച്ചത്. ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കണമെന്ന്. എന്നിട്ട് ലച്ചു എന്തു പറഞ്ഞു? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി അത് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ടത്. ഇതിന് എനിക്കൊരു മറുപടിയോ അഭിപ്രായമോ പറയാനില്ല ലച്ചു. വിവാഹത്തിന് ഞാൻ ഡോക്ടറോട് സമ്മതം പറയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.